ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് എത്ര നല്ലവനാണെന്ന് നാം രുചിച്ചറിഞ്ഞവർ പിന്നെ ആ കർത്താവിനെ വിട്ടു മാറിപ്പോവുകയില്ല. കർത്താവിൻ്റെ ആ ഒരു സ്നേഹം, കർത്താവിൻ്റെ സംരക്ഷണം, കർത്താവിൻ്റെ കർത്താവിന് നമ്മളോടുള്ള കർത്താവിൻ്റെ ആ ഒരു നമ്മുടെ വളർച്ച, നമ്മുടെ ഉയർച്ച, നമ്മളോട് കാണിക്കുന്ന കർത്താവിൻ്റെ ആ ഒരു അതിരറ്റ സ്നേഹം തിരിച്ചറിഞ്ഞാൽ ആ സ്നേഹത്തിന് ഒരിക്കലും നമ്മൾ വിട്ടുമാറിപ്പോവുകയില്ല. അത് നമ്മൾ രുചിച്ചറിയണം കർത്താവിനെ. അതുകൊണ്ട് നമ്മൾ രോഗത്തിൽ കർത്താവ് സഹായിക്കും, സഹനത്തിൽ കർത്താവ് കൂടെ നിൽക്കും, അതുപോലെ കടബാധ്യതയിൽ കർത്താവ് കൂടെ നിൽക്കും. നമ്മൾ ഏതെങ്കിലും മറ്റൊത്തിരി ജീവിത ഭാരത്തിലൂടെ കടന്നു പോകുന്നവരെ കർത്താവ് താങ്ങി നമ്മളെ സംരക്ഷിക്കും. ഇങ്ങനെ ആ ഒരു സ്നേഹം നമ്മൾ തിരിച്ചറിയണം. സങ്കീർത്തനം 34:8 കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. അങ്ങനെ കർത്താവിന് സ്നേഹത്തെ തിരിച്ചറിഞ്ഞവൻ, തിരിച്ചറിഞ്ഞവർ എപ്പോഴും അവിടുത്തെ ആശ്രയിക്കും. ഏത് മേഖലയിലും ഒരിക്കലും മാനുഷികമായ ബുദ്ധിയെയോ ചിന്തയോ ആശ്രയിക്കില്ല, മറിച്ച് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മുമ്പോട്ട് പോകും. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ, എനിക്ക് എൻ്റെ ജീവിത അവസാനം വരെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ വേണ്ടി കൃപ നൽകണം. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന യോഗത്തിൽ കർത്താവിൻ്റെ കരുണ നിറയട്ടെ, ദൈവത്തെ സ്നേഹം നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.